So hey guys, welcome back to another price action summary breakdown video. So നമ്മൾ ഇന്ന് നിൽക്കുന്നത് 11th January ആണ്. സോ നമ്മൾ ഒരു ന്യൂസ് ട്രേഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രോഫിറ്റബിൾ ട്രേഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. സോ അത് എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് GBPയിലാണ്. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം, എന്തുകൊണ്ടാണ് ഞാൻ എടുത്തത്, എന്താണ് അതിൻ്റെ കോൺഫ്ലുവൻസസ് എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിനു മുമ്പ് തന്നെ നമുക്ക് എന്നത്തെയും പോലെ ഓരോ പേഴ്സിൽ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ CPI ന്യൂസ്, ഇന്ന് CPI ന്യൂസ് ആയിരുന്നു, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് സ്ട്രെയിറ്റ് ടു ദ പോയിന്റിലോട്ട് വരാം. സോ നമുക്ക് ആദ്യം തന്നെ ന്യൂസ് ഒന്ന് നോക്കാം. ഓക്കെ, ന്യൂസ് ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇത് forexfactory.com ആണ്. സോ നമുക്ക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം 11-ാം തീയതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 7 മണിക്കായിരുന്നു CPI ന്യൂസ്. CPI ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതാണ്. ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം. ഓക്കെ, അപ്പോൾ ന്യൂസ് വരുന്നതിന് മുമ്പ് മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ന്യൂസിലോട്ട് വരാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് EURUSD തന്നെ സ്റ്റാർട്ട് ചെയ്യാം. EURUSD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന NFP, അതായത് കഴിഞ്ഞ ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത NFPക്ക് ശേഷം ഈ പറയുന്നൊരു ഹൈയും ഈ പറയുന്ന ഒരു ലോയ്ക്കും മിഡിലായിരുന്നു പ്രൈസ് ആക്ഷൻ. സോ കഴിഞ്ഞ 2 ദിവസത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ ലൈവായിട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് അപ്സൈഡ് മൂവ്മെൻറ്റും ഡൗൺ സൈഡ് മൂവ്മെൻറ്റും ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് DXYയുടെ കേസും. DXYയും ഈ പറയുന്ന 2 റേഞ്ചിനകത്ത് സ്റ്റക്കായിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് ആകെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഇന്നത്തെ CPI ന്യൂസ് ആയിരുന്നു. സോ അത് നമ്മൾ നല്ലതായിട്ട് നോക്കി എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഈ CPI ന്യൂസിൽ ഈ പറയുന്നൊരു ഡേറ്റ ഉണ്ടല്ലോ, അതായത് CPI പോസിറ്റീവാണ്. അതായത് നമുക്കറിയാം പ്രീവിയസ് ഫോർകാസ്റ്റ് ആക്ച്വൽ. അതിൽ ഈ പറയുന്ന കോർ CPI മന്ത് ബൈ മന്ത്, ഇയർ ബൈ ഇയർ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ആകെ കൺസേൺ ഉണ്ടായിരുന്നത് ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ആയിരുന്നു. കാരണം നമുക്ക് എന്താ വേണ്ടത്, പ്രീവിയസ് എന്ന് പറയുന്നത് 203K, ഫോർകാസ്റ്റ് ചെയ്തത് 209K. അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടും, അത് എക്കണോമിക്ക് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓക്കെ, ഇത് 3 പോസിറ്റീവ് ന്യൂസും ഇത് നെഗറ്റീവ് ന്യൂസുമാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞൊരു കൺസേൺ ഉണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. പക്ഷേ നമ്മുടെ സൈഡിൽ, അതായത് 203K 209 ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തത് 202 ആയി. അതിനർത്ഥം എന്താണ്, എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറവായിരുന്നു. അതായത് 203ൽ നിന്ന് 2 ആയി. അപ്പം USD അത്രമാത്രം പോസിറ്റീവാണ്. അപ്പം USD പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, GBP അല്ലെങ്കിൽ EURUSD, AUD ഇതെല്ലാം ഡൗൺ ആയിരിക്കും. സോ ഈ ഒരു കൺസെപ്റ്റ്, അതിൻ്റെ ബാക്കപ്പിലാണ് നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തത്. പിന്നെ ടെക്നിക്കൽ വൈസും നമുക്ക് എന്തുണ്ട്, ബാക്കപ്പ് ഉണ്ട്. അതായത് മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് 15 മിനിറ്റിൽ സെഷനും കൂടെ ഓണാക്കാം. ഓക്കെ, സെഷനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രൈസ് ട്രെൻഡിങ് ആയിരുന്നു. ഏഷ്യൻ സെഷൻ അത്യാവശ്യം കൺസോൾട്ടേഷൻ ആണെന്ന് പറയാം, അത്യാവശ്യം മാത്രം. അതിനുശേഷം പ്രൈസ് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് പോയി. ഇതെന്ന് പറയുന്നത് ഒരു പ്രീ ലണ്ടനിൽ സംഭവിച്ച ഒരു ഹൈ ആണ്. ഓക്കെ, അല്ലെങ്കിൽ മാനിപ്പുലേഷനാണ്. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ വന്നു. ഓക്കെ, സോ നോർമലി, അതായത് നമ്മൾ എല്ലാ വീക്കിലും ന്യൂസ് ഉള്ളപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ന്യൂയോർക്കിലാണ് ന്യൂസ് വരുന്നതെങ്കിൽ ഓക്കെ, ലണ്ടനിൽ ഒരുപാട് ലിക്വിഡിറ്റീസ് കിടക്കും. ഓക്കെ, അതായത് ഓപ്പൺ ലിക്വിഡിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന ലിക്വിഡിറ്റീസാണ്. ഇവിടുത്തെ ലിക്വിഡിറ്റി എന്താണ്, ഈ പറയുന്ന പ്രീ ലണ്ടനേക്കാളും മുമ്പ്, അതായത് ഏകദേശം 12 മണിക്ക് പ്രീ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തില്ല, 12:30ക്കാണ് പ്രീ ലണ്ടൻ. അപ്പോൾ 12 മണിക്ക് തന്നെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫോളോ ആയി. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, സെല് ചെയ്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താണ്, ഒരു ഡോമിനൻ്റ് അല്ലെങ്കിൽ പ്രഡോമിനൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹൈസ് അല്ലെങ്കിൽ ലോസ് ലിക്വിഡിറ്റേറ്റ് ചെയ്യണം. അപ്പോഴെന്ത് ചെയ്തു, പ്രൈസ് ഏകദേശം ഒരു 3:30 കഴിഞ്ഞ സമയത്ത് പ്രൈസ് ഒന്നും കൂടി കയറി വന്നു. ഈ പറയുന്നൊരു ഹൈ എടുത്തു, അതിൻ്റെ കൂടെ ഈ പറയുന്നൊരു ഹൈയും കൂടി എടുത്തു. ആ ഹൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും മുമ്പേ പറഞ്ഞ എന്താണ്, NFPയിൽ ക്രിയേറ്റ് ചെയ്ത ഹൈ ആണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ, നല്ല സ്ട്രെങ്ത് ഉണ്ട്. സോ അവിടെ നിന്ന് ഫോളോ ആയി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇവിടെ ഏകദേശം എത്ര പിപ്പ് ഫോളോ ആയി നമുക്ക് നോക്കാം. ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം പ്രൈസ് ഏകദേശം 56 പിപ്പ് ഡൗൺ ആയി. പക്ഷേ നമുക്കിവിടെ റീടെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം കിട്ടിയിട്ടില്ല. ഇവിടെ ഒന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലേ, കാരണം ഇവിടെയാണ് ഞാൻ എൻ്റർ ചെയ്യുന്നതെങ്കിൽ എവിടെയായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. എവിടെ എൻ്റർ ചെയ്താലും സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും, ഏകദേശം 26 ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും റിസ്ക് റിവാർഡൊന്നും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. നമുക്കറിയാം EURUSD ഡൗൺ ആയിരിക്കും എന്നറിയാം, പക്ഷേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം GBP നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. GBPയിൽ ഇതുപോലെയുള്ള സംഭവമല്ലേ നടന്നത്. GBPയിൽ ഏഷ്യ എന്തായിരുന്നു, കൺസോളിഡേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സെമി ട്രെൻഡിങ് എന്ന് പറയാം. അതിനുശേഷം കൺസോളിഡേറ്റ് 12 മണിയായപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ സംഭവിച്ചു. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ലിക്വിഡിറ്റിയാണ്. ഇത് മാത്രമാണോ ലിക്വിഡിറ്റി? അല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 1 ഹവറിൽ ഈ ഒരു ഹൈ ഉണ്ടോ, ഇത് NFPയിൽ ക്രിയേറ്റ് ചെയ്ത ഹൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ മനസ്സിലായി പ്രൈസ് എന്താണ്, നല്ല രീതിയിൽ ഫോളോ ആകാനുള്ള പോസിബിലിറ്റീസ് ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, നല്ല രീതിയിൽ ഫോളോ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ജിയോൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഏഷ്യയിൽ തന്നെ എന്ത് ചെയ്തു,
ഈ പറയുന്ന ഹൈ എടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ഡൗൺ വന്നത്. പക്ഷേ എന്നാലും പ്രശ്നമില്ല, നമുക്ക് ഏഷ്യൻ ഹൈ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ആയിട്ട് തന്നെയാണ്. സോ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എന്തുണ്ട്, ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. സോ ഇവിടെ പ്രൈസ് വന്നു 15 മിനിറ്റിൽ എന്ത് ചെയ്തു, പ്രൈസ് കയറി വന്ന് ന്യൂസ് വരാൻ പോകുന്ന ടൈമായപ്പോൾ ഈ പറയുന്നൊരു ഏരിയയിലായിരുന്നു കൺസോളിഡേഷൻ. എന്നിട്ട് പ്രൈസ് ചെറുതായിട്ടൊന്ന് താഴെ വന്നു. കറക്റ്റ് ഒരു 7 മണിയായപ്പോൾ ന്യൂസ് വന്നു, നല്ല രീതിയിൽ കയറിപ്പോയി. ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷം പ്രൈസ് ഫോളായി. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് എന്തിനായിരുന്നു, റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ചുമേ പറഞ്ഞല്ലേ USD എന്താണ്, USD എന്ന് പറയുന്നത് അത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു റീടെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റീടെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഓക്കെ ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രീമിയത്തിൽ നിന്ന്, ഐ മീൻ ഡിസ്കൗണ്ടിൽ നിന്ന് പ്രീമിയത്തിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു, ഇതൊരു പ്രീമിയം ഏരിയ ആണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അങ്ങ് എൻട്രി ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് OB ആണ്, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു OB ആണ്. ഇതിന് താഴെ നമുക്ക് വീണ്ടും 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ റിജക്ഷൻ കാണാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു ഇതും കൂടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓവർബോട്ട് ഏരിയ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാം. സോ ഞാൻ എക്സാക്ട്ലി ഇവിടെയാണ് എൻട്രി ചെയ്തത്. ഞാനത് ഡിസ്പ്ലേ ചെയ്യാം. ഞാൻ ഈ ഒരു ഏരിയയിലാണ് എൻട്രി ചെയ്തത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം, പക്ഷേ കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഏരിയയാണ്. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അറൗണ്ട് ഒരു ഒരു 8-9 പിപ്പ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം റിസ്ക് റിവാർഡ് കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. കാരണം ഇത് ഇവിടെയാണ് എൻ്റർ ചെയ്തത്. ഏകദേശം 20 ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു 40-50, ഞാൻ കറക്റ്റ് 50 പിപ്പിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അറൗണ്ട് ഒരു 1:2 പോയിൻറ്റ് സംതിങ്ങിൽ എക്സിറ്റ് ചെയ്തു. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീൻഷോട്ടിൽ ഓൾറെഡി കാണിച്ചു. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു വിക്ക് ഉണ്ടല്ലോ, ഈ ഒരു വിക്കിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതല്ലേ നല്ലതെന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നും. പക്ഷേ ഇത് ഉണ്ടായത് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിന് താഴെ വന്ന മൂവ്മെൻറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മിക്കപ്പോഴും പ്രൈസ് ഇങ്ങനെ കയറി പോകുന്ന പോസിബിലിറ്റീസ് കുറവാണ്. ഓക്കെ, ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നൊരു ഏരിയ കൺസിഡർ ചെയ്താൽ മതി. 100% അല്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് ന്യൂസിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. ഓക്കെ, ന്യൂസിൻ്റെ ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് നമുക്ക് എന്തുണ്ട്, ടെക്നിക്കൽ സപ്പോർട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും വച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പറയുന്ന ഒരു ട്രേഡ് എടുത്തത്. സോ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ഒരിക്കലും ന്യൂസ് വരുന്നതിന് മുമ്പ്, ഇപ്പോൾ ഡേറ്റ കണ്ട ഉടനെ പോയിട്ട് നമ്മൾ ഇവിടെ ഒന്നും പോയി സെല്ല് ചെയ്യാൻ നിൽക്കരുത്. കാരണം ന്യൂസ് വരുമ്പോൾ ഒരു ഇമ്പൾസ് മൂവ്മെൻറ്റ് എന്തായാലും കാണും. ആ ഒരു ഇമ്പൾസ് മൂവ്മെൻറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ഔട്ട് ആയി പോകാൻ അല്ലെങ്കിൽ SL അടിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. സോ അതായിരുന്നു ഇന്നത്തെ ജിയോ. നമുക്ക് AU കൂടെ ജസ്റ്റ് നോക്കാം. AUവിൽ പ്രത്യേകിച്ച് ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയിട്ടില്ല. ഈ പറയുന്ന 15 മിനിറ്റിൽ നമ്മൾ നോക്കിയാലും ഏഷ്യ ട്രെൻഡിങ് ആയിരുന്നു. അതിനുശേഷം പ്രൈസ് ഉണ്ട്. ഏഷ്യൻ ഹൈ അവിടെ തന്നെ ഉണ്ട് അല്ലേ, ന്യൂസ് വന്നതിന് ശേഷം ഈ പറയുന്നൊരു ഏഷ്യൻ ഹൈ എടുത്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഏഷ്യൻ ഹൈ ഉണ്ടോ, ഒരു മോറോർലെസ് ഒരു ഈക്വൽ ഹൈസാണ് ക്രിയേറ്റ് ചെയ്തത്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ട്രേഡ് റീടെസ്റ്റ് വന്നാൽ എടുക്കാൻ നിൽക്കരുത്. കാരണം ഈക്വൽ ഹൈസ് മിക്കപ്പോഴും ലിക്വിഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വേണമെങ്കിൽ ഒന്നും കൂടി കയറി വരാം. സോ അത് റിസ്ക് ആണ്. ഓക്കെ, സോ നമുക്കിപ്പം യൂറോയിലും GBPയിലും AUവിലും ഒരേപോലത്തെ ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ നല്ലത് അത് നോക്കി തിരഞ്ഞെടുക്കുക. ഇപ്പം ജിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഏകദേശം നല്ല റീടെസ്റ്റ് കിട്ടി. ഇതിലങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മുടെ AUവിൽ അങ്ങനെ കിട്ടിയിട്ടില്ല, EUവിൽ അങ്ങനെ കിട്ടിയിട്ടില്ല, AUവിലും കിട്ടിയിട്ടില്ല. ഓക്കെ, USD CAD പിന്നെ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. കാരണം ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ലിക്വിഡിറ്റി ഹണ്ട് നടന്നു. ഓക്കെ, എന്നിട്ട് ന്യൂസ് വന്നത് 7 മണിക്കാണ്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കയറിപ്പോയി. പിന്നെ ചെറിയ റീടെസ്റ്റൊക്കെ കിട്ടി. പക്ഷെ നമ്മൾ ആ സമയം തന്നെ GBPയിലൊരു എൻട്രി ഉണ്ടായിരുന്നു. സോ അതാണ് ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും ഇന്ന് എടുത്ത നമ്മളെ ട്രേഡും. ഓക്കെ, സോ ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. പക്ഷേ ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഹൈ ആണ്. ഈ ഒരു ഹൈ ഞാൻ പറയുന്നില്ല, കാരണം അതുവരെ ഒന്നും പ്രൈസ് പോകാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. ഓക്കെ, വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അതനുസരിച്ച് റിസ്ക് റിവാർഡ് കുറയും. അറ്റ്ലീസ്റ്റ് ഒരു 1:2.5 എങ്കിലും റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡാണ്. ഓക്കെ, സോ ഗൈസ് അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്. സോ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രൈസ് ആക്ഷൻ വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. സോ ടിൽ ദെൻ ബൈ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ആൻഡ് ഓൾസോ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ബൈ.